കോടതിയുടെ നിരീക്ഷണത്തിലായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്രയെങ്കിലും നീങ്ങുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളീ പറയുന്ന പപ്പനെ പോലും വാസുവിനെ പോലും അറസ്റ്റ് ചെയ്തില്ല. ഈ പോറ്റിയെ മാത്രം അറസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആരുണ്ട് ഇവിടെ ചോദിക്കാൻ, ഞങ്ങളെല്ലാം തീരുമാനിക്കും എന്നുള്ള രീതിയിലേക്കാണല്ലോ കാര്യങ്ങൾ. കാരണം കോടതി ഇതിനകത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഇതിനകത്തെ ഇതിൻ്റെ നിഗൂഢതയും അല്ലെങ്കിൽ ഇതിൻ്റെ വലുപ്പവും കണ്ടെത്തിക്കൊണ്ടാണ് ഇതിനകത്ത് കോടതി ആദ്യം തന്നെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയത്. കോടതിക്ക് അറിയാവുന്ന ലിസ്റ്റ് അത്രയല്ലേ ഒക്കൂ, അറിയാവുന്നവരെ അവർ തയ്യാറാക്കി. അതിനകത്ത് ഏറ്റവും അവസാനം തന്ത്രിയും മേൽശാന്തിയും വരെ ഉണ്ടായിരുന്നു. അപ്പൊ അറസ്റ്റിലായതിന്റെ കൂട്ടത്തിൽ ഇവരല്ലാതെ വെളിയുന്ന ഒരാളില്ല, നമ്മൾ മനസ്സിലാക്കണം. ഇവരല്ല ഈ ഉദ്യോഗസ്ഥന്മാരും ഈ ദേവസ്വം ബോർഡ് ഈ കോടതി ചൂണ്ടിക്കാണിച്ചവരേ ഉള്ളൂ. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നോക്കി, തന്ത്രി പാവമാണ്, അല്ലെങ്കിൽ സാത്വികനാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണനാണ് എന്നൊക്കെ പറഞ്ഞിട്ടു തന്നു. പക്ഷേ തന്ത്രി തന്നെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും ഇതുപോലെ പല കാര്യത്തിനകത്ത് ആ പറച്ചിൽ കൊണ്ട് തന്നെ അറസ്റ്റിലാവാം. ഇങ്ങനത്തെ രണ്ട് കുഴപ്പങ്ങളുണ്ട്. ഈ തന്ത്രിയും ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ വേറെ തന്ത്രിയുണ്ട്, ഇദ്ദേഹത്തിന്റെ ചേട്ടന്റെ മകൻ തന്ത്രി, അവനിപ്പോ അവിടുത്തെ അനുജ്ഞയുണ്ട്. ഈ അനുജ്ഞ ഇയാള് അനുജ്ഞ എന്ന് പറയുന്ന ആള് ഭഗവാന്റെ തീരുമാനം പറയുന്ന ആളാണ്. അതിനകത്ത് ഭഗവാനായിട്ട് കയറി സംസാരിക്കും, ധ്യാനത്തിലായിട്ട് സംസാരിക്കും. ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചോണം. സംസാരിച്ചിട്ട് പുള്ളി തീരുമാനിക്കും. പിന്നെ പുള്ളി തീരുമാനിച്ചത് ഒന്നക്കൊള്ളത്തോ നടത്താൻ പറഞ്ഞു കാണും ധർമ്മശാസ്താവേ, അല്ലെങ്കിൽ അയ്യപ്പൻ പറഞ്ഞു കാണും. പോട്ടെ, പറഞ്ഞു ആ അരിഞ്ഞ അങ്ങനെ ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കണം, റെക്കോർഡിക്കലി കൊടുക്കണം. ഇയാളത് കൊടുത്തിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.